എല്ലാ കൂട്ടുകാർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് ശനിയാഴ്ചയാണ്. അപ്പോൾ എല്ലാവരും ട്രേഡിങ്ങിൻ്റെ ടെൻഷനുകളെല്ലാം ഒഴിവാക്കി ഒരു കുടുംബത്തോടൊപ്പം ആഘോഷിക്കുകയാണ് എന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടാൻ പോകുന്നത് ട്രേഡിംഗ് വ്യൂവിൽ ഉപയോഗിക്കുന്ന രണ്ട് അടിപൊളി സൂപ്പർ ഇൻഡിക്കേറ്ററിനെ കുറിച്ചാണ്. ഒന്ന് RSI മൊമെന്റം ഇൻഡിക്കേറ്റർ, രണ്ടാമത്തത് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഇൻഡിക്കേറ്റർ. ഈ രണ്ട് ഇൻഡിക്കേറ്ററിലും സെയിം എൻട്രി ബൈ അല്ലെങ്കിൽ സെയിം എൻട്രി വന്നാൽ മാത്രമേ നമുക്കൊരു ബൈയർ സെൽ എൻട്രി ഉണ്ടാകുകയുള്ളൂ. ഒരു ഇൻഡിക്കേറ്ററിൽ മാത്രം വന്നതുകൊണ്ട് മാത്രം നമുക്കൊരു ബൈ അല്ലെങ്കിൽ സെൽ എൻട്രി ഉണ്ടാകുന്നതല്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ ഇൻഡിക്കേറ്റർ 5 മിനിറ്റിലും ഉപയോഗിക്കാം, 1 അവറിന്റെ ചാർട്ടിലും ഉപയോഗിക്കാം. അതായത് ഓപ്ഷൻ ബയേഴ്സിന് അല്ലെങ്കിൽ ഓപ്ഷൻ സെല്ലേഴ്സിന് അടിപൊളി യൂസ്ഫുൾ ആവുന്ന രണ്ട് ഇൻഡിക്കേറ്റർ ആണിത്. പൊസിഷൻ ട്രേഡേഴ്സിന് വേണ്ടിയിട്ട് ഓപ്ഷൻ ബൈ ചെയ്യുമ്പോൾ നമുക്ക് 2 ദിവസത്തേക്കോ 3 ദിവസത്തേക്കോ ഹോൾഡ് ചെയ്യുന്ന ഓപ്ഷൻ ബൈ ചെയ്യാനായിട്ട് വളരെ നല്ല ഇൻഡിക്കേറ്റർ ആണിത്. അത് 1 അവറിന്റെ ചാർട്ടിൽ വേണം അത് ഉപയോഗിക്കാനായിട്ട്. അപ്പൊ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക്, എന്താണ് ഈ വീഡിയോയിലെ ഈ ഇൻഡിക്കേറ്ററിന്റെ പ്രത്യേകതകൾ എന്താണെന്ന്. അപ്പൊ നമുക്ക് ആദ്യം ട്രേഡിംഗ് വ്യൂവിൽ പോവാ, ഇൻഡിക്കേറ്റർ സെക്ഷനിൽ പോവാ. RSI മൊമെന്റം ട്രെൻഡ്, RSI മൊമെന്റം ട്രെൻഡ്. RSI മൊമെന്റം ട്രെൻഡ് വന്നിട്ടുണ്ട്. RSI മൊമെന്റം ട്രെൻഡ് ഇനി നമുക്ക് പരിചയപ്പെടാം എന്താണ് ഇതിന്റെ പ്രത്യേകത. നമുക്ക് ഈ ചാർട്ട് 5 മിനിറ്റിന്റെ ടൈം ഫ്രെയിമിലേക്ക് മാറ്റി നോക്കാം. ഇപ്പോൾ നമുക്ക് കാണുന്നത് നിഫ്റ്റിയുടെ 5 മിനിറ്റ് ചാർട്ടും RSI മൊമെന്റം ട്രെൻഡ് എന്ന് പറയുന്ന ഇൻഡിക്കേറ്റർ ആണ്. RSI മൊമെന്റം ട്രെൻഡിൽ വന്നാൽ ഇത് ഗ്രീൻ ലൈൻ, ഇത് ഗ്രീൻ വന്നു കഴിഞ്ഞാൽ, 2 ഗ്രീൻ ആയി കഴിഞ്ഞാലാണ് നമുക്കൊരു ബൈ എൻട്രി ഉള്ളത്. ഇവിടെയൊക്കെ ബൈ എൻട്രി ആണുള്ളത്. ഇവിടെ ഒരിക്കലും സെൽ എൻട്രി ഇല്ല. കണ്ട, രണ്ടും ഗ്രീൻ ലൈൻ ആണുള്ളത്. RSI മൊമെന്റം ട്രെൻഡ് ഇവിടെയൊക്കെ നമുക്കൊരു ബൈ എൻട്രി ആണ്. ഇവിടെ ഒന്നും സെൽ എൻട്രി ഇല്ല. ഇവിടെ നോക്കിയാ, ഇവിടെ ഈ ഭാഗത്ത് നോക്കി ഈ ഭാഗത്തുണ്ട് RSI മൊമെന്റം ട്രെൻഡ് ഇൻഡിക്കേറ്റർ റെഡ് ആയി. ഇവിടെയൊക്കെ സെൽ എൻട്രി ആണുള്ളത്. ഇവിടെ ഒരിക്കലും നമുക്കൊരു ബൈ എൻട്രി ഇല്ല. കേട്ടോ, ഇവിടെ നമുക്ക് ബൈ എൻട്രി ആണുള്ളത്, ബൈ. ഇവിടെ സെല്ല്. മനസ്സിലായില്ല? ഇതാണ് RSI മൊമെന്റം ട്രെൻഡ് ഇൻഡിക്കേറ്റർ. അടുത്ത ഇൻഡിക്കേറ്റർ നമ്മൾ പോകുന്നത് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഇൻഡിക്കേറ്റർ. സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഇൻഡിക്കേറ്റർ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവൽസ് വിത്ത് ബ്രേക്ക്. ഇൻഡിക്കേറ്ററിന്റെ പേരാണ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവൽസ് വിത്ത് ബ്രേക്ക്. നമ്മൾ അത് കൊടുത്തു. നോക്കാം. ഇതാണ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവൽസ് വിത്ത് ട്രെൻഡ്. നമ്മൾ അതിനു മുമ്പ് ഇതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് നമ്മൾ RSI മൊമെന്റ് ഇൻഡിക്കേറ്റർ ഒന്ന് കുറച്ചു നേരത്തേക്ക് നമ്മൾ ഒന്ന് മാറ്റുന്നുണ്ട്, ഹൈഡ് ചെയ്ത് വെക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ നമുക്ക് സപ്പോർട്ട് റെസിസ്റ്റൻസ് ഇൻഡിക്കേറ്റർ മാത്രമേ ഉള്ളൂ. എന്താണ് സപ്പോർട്ട് റെസിസ്റ്റൻസ് ഇൻഡിക്കേറ്ററിന്റെ പ്രത്യേകത? നമുക്ക് ഇതാണ്, ഈ റെഡ് ലൈൻ കാണുന്നതാണ് റെസിസ്റ്റൻസ് ബാറും, ഈ ബ്ലൂ ലൈനുമാണ് സപ്പോർട്ട് ബാറും. നമുക്ക് ഇതിനുള്ളിൽ ട്രേഡ് ചെയ്യുമ്പോൾ ഒരിക്കലും ട്രേഡ് ഇല്ല. ഇതിനുള്ളിൽ ട്രേഡ് ചെയ്യുമ്പോൾ ഓപ്ഷൻ ബയേഴ്സിന് ഇതിൽ ഒരിക്കലും ബൈ ചെയ്യാനുള്ള അവസരം ഇല്ല. ഇതിന്റെ താഴേക്ക് വരുമ്പോൾ മാത്രമേ നാം സെല്ലിങ്ങും, ഇതിന് മുകളിലേക്ക് പോകുമ്പോൾ നമുക്ക് ബൈയിങ് ആണ് ഉള്ളത്. ഇത് ഓപ്ഷൻ ബയേഴ്സിനെ സംബന്ധിച്ചാണ് പറയുന്നത്. ഇവിടെ കണ്ട, ഇവിടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ഔട്ട് ചെയ്തു പോയി. ഇവിടെയാണ് നമുക്കൊരു ബൈ എൻട്രി ഉള്ളത്. ഇവിടെ നോക്കൂ, ഇവിടെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്തു, ഇവിടെയാണ് സെൽ എൻട്രി ഉള്ളത്. ഇവിടെ സെൽ എൻട്രി, ഇവിടെ ബൈ എൻട്രി. ഇതിന് നടുക്ക് നോ ട്രേഡ് ഓപ്ഷൻ ബയേഴ്സിന്. പ്രത്യേകം മനസ്സിലാക്കുക, ഓപ്ഷൻ ബയേഴ്സ് ഇതിന്റെ ഉള്ളിൽ നോ ട്രേഡ്. കാരണം ഇതിന്റെ ഉള്ളിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ക്രോസ് ചെയ്ത് താഴേക്ക് വന്നിട്ടില്ല, ഇത് ക്രോസ് ചെയ്ത് മുകളിലേക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് ഇവിടെ നോ ട്രേഡ്. ഇനി ഇതിന്റെ രണ്ടും, അതായത് RSI മൊമെന്റ് ഇൻഡിക്കേറ്റേഴ്സിന്റെയും ഇതിന്റെ രണ്ടിന്റെയും കോമ്പിനേഷൻ ആണ്. ആ കോമ്പിനേഷൻ വരുമ്പോഴുള്ള ബൈ എൻട്രി ആണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. അപ്പൊ ഹൈഡ് ചെയ്ത RSI മൊമെന്റ് ഇൻഡിക്കേറ്റർ നമ്മൾ ഒന്ന് അൺഹൈഡ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പൊ വന്നിട്ടുണ്ട്, രണ്ടും വന്നിട്ടുണ്ട്. നമുക്ക് നിഫ്റ്റിയുടെ 15-ാം തീയതി, ഡിസംബർ 15-ാം തീയതിയുടെ ചാർട്ട് 5 മിനിറ്റിന്റെ തൊട്ടിട്ട് നമുക്ക് ബാക്കിലേക്ക് ഒരു 5-6 ദിവസം വരെ നോക്കാം. അതിന്റെ സക്സസ് റേറ്റ് എങ്ങനെ ഉണ്ട് എന്നുള്ളത്. ഓക്കെ,
ഓക്കെ, ഇവിടെയാണ് നിഫ്റ്റിയുടെ 5 മിനിറ്റിന്റെ ചാർട്ടാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിഫ്റ്റിയുടെ 15-ാം തീയതി, അതായത് ഡിസംബർ 15-ാം തീയതിയിലെ ചാർട്ടാണ്. ഡിസംബർ 15-ാം തീയതിയിലെ 5 മിനിറ്റിന്റെ ചാർട്ടാണ് ഈ കാണുന്ന ഏരിയ. രാവിലെ തന്നെ നല്ലൊരു ബ്രേക്ക് ഔട്ട് ട്രേഡ് ആണ് നടന്നിരുന്നത്. ഇവിടെ ബ്രേക്ക് ഔട്ട് ട്രേഡ് ആയിരുന്നു. ഇവിടെ ഒരു ഗ്രീൻ ക്യാൻഡിലാണ് വന്നിരുന്നത്. നമുക്കിവിടെ ഒരു എൻട്രി ഉണ്ടോ? പ്രൈസ് ആക്ഷൻ വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഫസ്റ്റ് ക്യാൻഡിൽ റെഡ് ആയതുകൊണ്ട് നമുക്കൊരു എൻട്രി ഇല്ല. നമുക്കൊരു എൻട്രി വരുന്നത് ഇതിന്റെ മുകളിൽ പോകുമ്പോൾ മാത്രമാണ്. അപ്പൊ ഇവിടെ നമുക്കൊരു എൻട്രി ഉണ്ട്. നമുക്ക് പ്രൈസ് ആക്ഷൻ വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഒരു എൻട്രി ഉണ്ട്. പ്ലസ് നമ്മുടെ സപ്പോർട്ട് റെസിസ്റ്റൻസിന് മുകളിൽ ട്രേഡ് ചെയ്യുന്നു. പ്ലസ് നമ്മുടെ മൊമെന്റം RSI മൊമെന്റ് ഇൻഡിക്കേറ്റർ ഗ്രീനും ആണ്. നമുക്ക് ഇവിടെ ഒരു എൻട്രി എടുക്കാം. നമ്മൾ എൻട്രി എടുത്തു, കുറച്ച് പോയി കഴിഞ്ഞിട്ട് പിന്നെ നോക്കുമ്പോ നമുക്ക് ഇവിടെ ഒരു റെഡ് ക്യാൻഡിൽ വന്നു. അവിടെ ഒരു റെസിസ്റ്റൻസ് ബാറും വന്നു. നമ്മ അവിടെ അത് വിറ്റുമാറുന്നു. പിന്നെ നമുക്ക് ഒരു സെൽ എൻട്രിയോ ബൈ എൻട്രിയോ ഇവിടെ നടക്കുന്നില്ല. ഓക്കെ, പിന്നെ ഇവിടെയാണ് നമുക്കൊരു ബൈ എൻട്രി കിട്ടുന്നത് കേട്ടോ. RSI മൊമെന്റ് ഇൻഡിക്കേറ്റർ ഗ്രീനും നമ്മളെ റെസിസ്റ്റൻസ് ലൈനിന് മുകളിലേക്ക് ഒരു ഗ്രീൻ ക്യാൻഡിലും വന്നു. ഗ്രീൻ ക്യാൻഡിൽ വന്നു. നമുക്കൊരു ബൈ എൻട്രി ആണ്, നല്ലൊരു ബൈ എൻട്രി. അപ്പ് സൈഡിലേക്ക് ഫ്രീ ആയിട്ട് പോയി, നോ ടെൻഷനോടുകൂടി പോയി. എത്ര പോയിന്റ് കിട്ടി നോക്കൂ, നല്ല പോയിന്റ് കിട്ടി. അത് ഇന്നലത്തെ ട്രേഡ്. ഇനി നമുക്ക് അതിന് മുമ്പത്തുള്ള ട്രേഡുകൾ നമുക്ക് നോക്കാം. അതിന് മുമ്പത്തുള്ള ട്രേഡാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഡിസംബർ 14-ാം തീയതി നടന്ന ട്രേഡാണ്. ഡിസംബർ 14-ാം തീയതി നിഫ്റ്റിയുടെ ട്രേഡ്. നമ്മൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഒരു ബ്രേക്ക് ഔട്ട് ആണ് നമുക്ക് ഇവിടെയാണ് എൻട്രി ഉള്ളത്. അപ്പൊ ബ്രേക്ക് ഔട്ട് ഇത്രയും ആകുമ്പോൾ ചിലർ എൻട്രി എടുക്കില്ല. അപ്പൊ അങ്ങനെ വരുന്നവർക്ക് ആ ട്രേഡ് ഇവിടെ എൻട്രി എടുക്കുക. ഇത്രയും ഗ്യാപ്പ് അപ്പ് ആണ്, അപ്പൊ അവരൊന്നും ആരോടൊന്നും വിചാരിക്കും എടുക്കില്ല. അപ്പൊ ഈ ട്രേഡ് വിട്ട് കളയാം. താല്പര്യമുള്ളവർക്ക് ഇത് എടുക്കാം, ഇതിന്റെ അടിയിൽ സ്റ്റോപ്പ് ലോസും വെക്കാം. താല്പര്യമുള്ളവർക്ക് ഈ ഹൈന്റെ മുകളിൽ എൻട്രി എടുക്കാം, സ്റ്റോപ്പ് ലോസ്. അപ്പൊ ഈ എൻട്രി നമ്മ ചിലർ എടുക്കില്ല, അപ്പൊ വിട്ട് കളയാം. ഓക്കെ, നമുക്ക് അടുത്ത എൻട്രി വരുന്നത് ഇവിടെയാണ്. ഇവിടെ ഒന്നും റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിട്ടില്ല. ഇവിടെയാണ് നമുക്ക് കൃത്യമായിട്ട് ഇവിടെ എൻട്രി ഉള്ളത്. മൊമെന്റം RSI മൊമെന്റം ഇൻഡിക്കേറ്റർ ഗ്രീൻ പ്ലസ് നമുക്ക് ഇവിടെ റെസിസ്റ്റൻസ് ഉള്ളത്. നമുക്ക് 2 ക്യാൻഡിൽ കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് ഇവിടെ ഒരു വീണ്ടും റെസിസ്റ്റൻസ് ബാർ വന്നു. നമ്മൾ അവിടെ വെച്ചിട്ട് തന്നെ ആ പൊസിഷൻ കട്ട് ചെയ്ത് മാറും. പിന്നെ നമുക്കൊരു സെൽ എൻട്രിയേ ഇല്ല. ഇവിടെ സെൽ എൻട്രി ആ ജസ്റ്റ് ഒരു ചെറിയ പോയിന്റ് കിട്ടുന്ന ഒരു എൻട്രി മാത്രം 14-ാം തീയതി നമുക്ക് കിട്ടുന്നുള്ളൂ ഈ ഇൻഡിക്കേറ്റർ വെച്ചിട്ട്. ഇനി നമുക്ക് ബാക്കിലേക്ക് വീണ്ടും പോവാം. ഇനി ബാക്കിലേക്ക് പോകുമ്പോൾ നമുക്ക് ഉള്ളത് 12-ാം തീയതി. നമുക്ക് 12-ാം തീയതി നോക്കാം എന്താണ് സംഭവിച്ചത്. 12-ാം തീയതി പറഞ്ഞ പോലെ മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ആയി. ഇവിടെ ഒരു ചെറിയ പോയിന്റ് കിട്ടും, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിച്ചു. നമുക്ക് ഇവിടെ ഒരു ചെറിയ പോയിന്റ് ഉണ്ട്, അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ്. കാരണം എന്താ, ഇവിടെ ഗ്യാപ്പ് അപ്പ് ആണ് ഉള്ളത്. നമുക്ക് എൻട്രി ഉണ്ട് ഇവിടെ. ഗ്രീൻ ലൈൻ മൊമെന്റ് ഇൻഡിക്കേറ്റർ ഗ്രീൻ കൊടുത്ത് ഈ റെസിസ്റ്റൻസിന് മുകളിൽ. പിന്നെ നാരോ റേഞ്ചിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഒന്നും നമുക്കൊരു ബൈ ഓപ്ഷൻ ബയേഴ്സ് ഇവിടെ ഒരു എൻട്രി ഒന്നുമില്ല. പിന്നെ അടുത്ത എൻട്രി വരുന്നത് ഇവിടെ കണ്ട. ഇവിടെ മൊമെന്റ് ഇൻഡിക്കേറ്റർ ഓൾറെഡി റെഡ് ആയി, പ്ലസ് നമ്മുടെ സപ്പോർട്ട് ലൈൻ ബ്രേക്ക് ചെയ്തു. നമുക്ക് ഇവിടെ ഒരു എൻട്രി ആണുള്ളത്. ഇനി ഇതിന്റെ സ്റ്റോപ്പ് ലോസ് പോയിന്റ് നമുക്ക് രണ്ട് രീതിയിൽ നിശ്ചയിക്കാം. ഒന്നില്ലെങ്കിൽ മൊമെന്റ് ഇൻഡിക്കേറ്റർ തിരിക്കുന്ന സമയത്ത്, അതായത് കളർ ചേഞ്ച് ഇതിൽ വരുമ്പോൾ സ്റ്റോപ്പ് ലോസ് ഇടാം, അല്ലെങ്കിൽ ജസ്റ്റ് പ്രീവിയസ് സിംഗിലോ, അതായത് ഇവിടെ സിംഗിൾ ഹൈ. നമ്മ സെൽ എൻട്രി ചെയ്യുമ്പോൾ സിംഗിൾ ഹൈയും ബൈ എൻട്രി ആകുമ്പോൾ സിംഗിലോ. ഇവിടെ നമുക്കൊരു സ്റ്റോപ്പ് ലോസ് പോയിന്റ് ഇടാം, ഇവിടെ ഇടാം. അത് സ്റ്റോപ്പ് ലോസ് ഇടുന്നത് നമ്മളെ വ്യക്തിക്ക് അനുസരിച്ച്. കേട്ടോ, ഫ്രീ ഫോൾ എത്ര പോയിന്റ് കിട്ടി നോക്കിയാൽ ഏകദേശം ഒരു 80 പോയിന്റോളം നമുക്ക് ഇവിടെ കിട്ടി. 80 പോയിന്റ് പ്ലസ് 80 പോയിന്റ് കിട്ടി. അതിനുശേഷം 13-ാം തീയതി നമുക്ക് ഇവിടെ എൻട്രി ഉണ്ട്. 13-ാം തീയതി നമുക്ക് ഇവിടെ എൻട്രി, കാരണം താഴ്ന്നു കിടക്കും, ഇവിടെ നമുക്ക് എൻട്രി ഉണ്ട്. ഇവിടെ നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് ഒരിക്കലും ഒരു എൻട്രി ഇവിടെ ഇല്ല. ഇവിടെ ഇത്രയും കയറി പോയെങ്കിൽ കൂടിയും നമുക്ക് ഈ ഇൻഡിക്കേറ്റർ വെച്ചിട്ട് നമുക്ക് ഇവിടെ എൻട്രി ഇല്ല. ഇവിടെ നമുക്ക് മൊമെന്റ് ഇൻഡിക്കേറ്റർ ഇവിടെ നമുക്ക് ഗ്രീൻ ലൈൻ സ്റ്റാർട്ട് ചെയ്തെങ്കിൽ കൂടിയും നമുക്ക് ഇവിടെ ഒരു നോ എൻട്രി. ഈ ഇൻഡിക്കേറ്റർ സ്ട്രാറ്റജി വെച്ചിട്ട് ഇവിടെ നമുക്ക് നോ ബൈ എൻട്രി. കാരണം ഇവിടെ നമ്മൾ ഒരു റെസിസ്റ്റൻസ് ലൈൻ ബ്രേക്ക് ചെയ്ത് പോവാത്തത് കൊണ്ട് ഇവിടെ നമുക്ക് എൻട്രി ഇല്ല, നോ എൻട്രി. പക്ഷെ ഇവിടെ മാർക്കറ്റ് കയറി, അങ്ങനെയൊക്കെ ഉണ്ടാവും, സംഭവിക്കും മാർക്കറ്റിൽ. നമുക്ക് എല്ലാ എൻട്രി നമുക്ക് മാർക്കറ്റ് കിട്ടണമെന്നില്ല. കിട്ടുന്ന എൻട്രി നല്ല പെർഫെക്റ്റ് എൻട്രി ആയിരിക്കാൻ മാത്രം നമ്മൾ ശ്രദ്ധിക്കുക. എല്ലാ എൻട്രി നമുക്ക് കിട്ടണമെന്നില്ല.
ഇനി നമുക്ക് അതിന്റെ ബാക്കിലേക്ക് 2-3 ദിവസം കൊണ്ട് പോവാം. ഇനി 11-ാം തീയതിയാണ് നമുക്ക് എൻട്രികൾ. 11-ാം തീയതി നോക്കാം. നമുക്ക് 11-ാം തീയതി ഗ്രാഫ് ഇതാ. 11-ാം തീയതി ഗ്രാഫ് എടുത്തു കഴിഞ്ഞാൽ ഓപ്ഷൻ ബയേഴ്സിന് അവിടെ ഒന്നും ചെയ്യാനില്ല, നാരോ റേഞ്ച് മാർക്കറ്റ് മാത്രം. ഇവിടെയൊക്കെ ഓപ്ഷൻ ബയേഴ്സ് ബൈ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? പ്രീമിയം മെൽറ്റ് ആവാന്നല്ലാണ്ട് നമുക്ക് ഒരു പ്രോഫിറ്റ് ഇവിടെ ഉണ്ടാവുക വഴിയില്ല. സാധാരണക്കാരെ റിട്ടേൺ ട്രേഡേഴ്സ് ഇവിടെ ഒന്നും ചെയ്യാനില്ല. ഇതിന് മുകളിലേക്ക് പോയിട്ടില്ല. മുകളിലേക്ക് പോയാൽ നമുക്ക് ബൈ എൻട്രി, താഴേക്ക് പോയാൽ നമുക്ക് സെൽ എൻട്രി. മാർക്കറ്റ് ഇതിനുള്ളിൽ തന്നെ കളിക്കുന്നു. അപ്പൊ നമുക്ക് ഇവിടെ ഒന്നും ചെയ്യാനില്ല. ഓപ്ഷൻ ബയേഴ്സ് ഇവിടെ നോക്കിയിരിക്കാനേ വരും. ഓപ്ഷൻ സെല്ലേഴ്സ് ഉണ്ടെങ്കിൽ ആ രണ്ടിടത്തും എവിടെയെങ്കിലും സെല് ചെയ്തിട്ടിട്ട് ഇത് സ്റ്റോപ്പ് ലോസ് വെക്കാം, ഇവിടെ സ്റ്റോപ്പ് ലോസ് വെക്കാം. ഇത് അടിപൊളി ഓപ്ഷൻ ബയേഴ്സിനെ സംബന്ധിച്ച് ഇങ്ങനത്തെ അവസരങ്ങളിൽ നല്ല അടിപൊളി ഇൻഡിക്കേറ്ററാണ്. അടുത്ത ബാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അടുത്തൊരു എൻട്രി കിട്ടുന്നത്, അതായത് ഇത് 8-ാം തീയതി ഡിസംബർ 8 ഡിസംബർ ആണ് ഇത്. ഡിസംബർ 8-ാം തീയതിയാണ്. നമുക്ക് നോക്കാം ഇവിടെ എവിടെയാണ് എൻട്രി. ഇവിടെ മാർക്കറ്റ് കയറിപ്പോയി, ഇവിടെ ഒന്നും എൻട്രി ഇല്ല, ഇവിടെ ക്രോസ് ചെയ്ത് കയറിയില്ല, വീണ്ടും ഈ സപ്പോർട്ട് ലൈനിന്റെ അവിടേക്ക് വന്നു, നമുക്ക് ഇവിടെ ഒന്നുമില്ല. സോറി, 8-ാം തീയതി ഇവിടെ ഒരു എൻട്രി നമുക്കുണ്ട്. ഇത് 8-ാം തീയതി തന്നെയാണ്. നമുക്ക് നോക്കാം, അത് ഞാൻ തെറ്റി കണ്ട. 8-ാം തീയതി ഇവിടെ ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ഉണ്ട്, ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് അപ്പ് ആണ്. ഇവിടെ നമുക്കൊരു പറഞ്ഞ പോലെ 8-ാം തീയതി ഇവിടെ നമുക്കൊരു എൻട്രി ഉണ്ട്. എൻട്രി ഇട്ട് ഇങ്ങോട്ട് പോയി, ഇവിടെ ഒന്നും നമുക്ക് സെല്ലിംഗ് ഇല്ല. പക്ഷെ ഇവിടെ എത്തിയപ്പോ അവിടെ ഒരു റെസിസ്റ്റൻസ് ലൈൻ വന്നു, അവിടെ നമുക്ക് ബ്ലോക്ക് ആയി. അവിടെ വെച്ച് നമ്മൾ സെല് ചെയ്ത് മാറും. അതിനുശേഷം മാർക്കറ്റ് വീണ്ടും താഴ്ന്നു, വീണ്ടും മാർക്കറ്റ് നാരോ റേഞ്ചിൽ പോയി. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ആയിരുന്നു 7-ാം തീയതി, ഇവിടെ ആയിരുന്നു സപ്പോർട്ട് പോയിന്റ്. ആ സപ്പോർട്ട് നേരെ ഇവിടെ എടുത്തു വെച്ചു, ഇവിടേക്ക് മാറി സപ്പോർട്ട്. അപ്പൊ അതിനുശേഷം കണ്ട, ഇവിടെയുള്ള സപ്പോർട്ട് 7-ാം തീയതി ഇവിടെ ആയിരുന്ന സപ്പോർട്ട്, ഇവിടെ ആയിരുന്ന റെസിസ്റ്റൻസ് 7-ാം തീയതി. ആ റെസിസ്റ്റൻസ് കയറിയപ്പോ നമുക്കൊരു എൻട്രി ഉണ്ട് കാലത്ത് തന്നെ, വിത്ത് മൊമെന്റ് ഇൻഡിക്കേറ്റർ ഗ്രീൻ ആയിരുന്നു. മാർക്കറ്റ് കയറിയപ്പോ ഇവിടെ ആയ റെസിസ്റ്റൻസ്, ഈ സപ്പോർട്ട് ഇങ്ങോട്ട് എടുത്തു വെച്ചു. ഇവിടെ ഒരു മാർക്കറ്റ് ഇവിടത്തോളം വന്നു, വീണ്ടും കയറിയപ്പോ ഈ സപ്പോർട്ട്, ഇവിടെ കിടക്കുന്ന സപ്പോർട്ട് എടുത്തിട്ട് മാർക്കറ്റ് ഇവിടേക്ക് വെച്ചു. ഈ സപ്പോർട്ടാണ് ഇവിടെ കിടക്കുന്നത്. ഈ മുന്നേ ഉണ്ടായ ഈ റെസിസ്റ്റൻസ് ആണ് ഇവിടെ ഇപ്പൊ കിടക്കുന്നത്. അപ്പൊ ആ അവസരത്തില് ഇവിടെ വന്നിട്ട് മാർക്കറ്റ് വീണ്ടും ടച്ച് ചെയ്തു. ഇവിടെ നമുക്കൊരു സെൽ എൻട്രി ഉണ്ട്. ഇവിടെ സെൽ എൻട്രി എന്ന് പറയാൻ മൊമെന്റ് ഇൻഡിക്കേറ്റർ റെഡ് കാണിക്കുന്നു. ഇവിടുത്തെ ഈ സപ്പോർട്ട് പോയിന്റ് ബ്രേക്ക് ചെയ്തു, നമുക്ക് അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ് ഇവിടെ കിട്ടി. പ്ലസ് ഇവിടെ മാർക്കറ്റ് കയറിപ്പോയി, പക്ഷെ ഇവിടെ നമുക്ക് ഒരു എൻട്രി ഇല്ല നമ്മളെ ഇൻഡിക്കേറ്റർ, കാരണം റെസിസ്റ്റൻസ് കയറിപ്പോയിട്ടില്ല, റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കയറിയിട്ടില്ല ഇവിടെ. ഇതാണ് നിഫ്റ്റിയുടെ 5 മിനിറ്റിൽ നമ്മൾ ഇപ്പൊ കണ്ട ഇത്. നല്ല സക്സസ്. നമുക്ക് എന്തായാലും ഈ കാണിച്ച എക്സാമ്പിളിൽ നമുക്ക് ലോസ് ഇല്ല, പക്ഷെ ചെറിയ പ്രോഫിറ്റ് എടുത്ത് മാറുന്ന 2-3 എൻട്രീസ് ഉണ്ടായിരുന്നു. ഇനി നമുക്ക് ഈ ചാർട്ടിന് നമുക്ക് ഫിൻ നിഫ്റ്റിയിലേക്ക് ഒന്ന് കൺവേർട്ട് ചെയ്യാം. ഫിൻ നിഫ്റ്റിയിലേക്കും കൂടി നമുക്ക് നോക്കാം 5 മിനിറ്റ്. അതിനുശേഷം നമുക്ക് 1 അവറിന്റെ പൊസിഷൻ എടുക്കാവുന്ന ഓപ്ഷൻ സ്ട്രാറ്റജിയിലേക്ക് പോകാനുണ്ട്. അപ്പൊ നമുക്ക് ഫിൻ നിഫ്റ്റിയിലാണ് അടുത്ത പോകാൻ പോകുന്നത്. ഓക്കെ, ഇവിടെയാണ് ഫിൻ നിഫ്റ്റിയുടെ 15-ാം തീയതിയിലെ ചാർട്ടാണ് നമുക്ക് ഇവിടെ ഉള്ളത്. നമുക്ക് നോക്കാം ഫിൻ നിഫ്റ്റിയിൽ എന്താണ് സംഭവിച്ചത്. നമുക്ക് നോക്കാം 15-ാം തീയതി ഫിൻ നിഫ്റ്റി ബ്രേക്ക് ചെയ്തു. ഇവിടെ ബ്രേക്ക് ചെയ്തു. ഇവിടെ ബ്രേക്ക് ചെയ്തപ്പോൾ നമുക്ക് എൻട്രി ഉണ്ടോ? നമുക്ക് ഒരിക്കലും ഇവിടെ എൻട്രി ഇല്ല, കാരണം മൊമെന്റ് ഇൻഡിക്കേറ്റർ ഇവിടെ ഗ്രീൻ തന്നെയാണ് കിടക്കുന്നത്. നമുക്ക് ഇവിടെ എൻട്രി ഇല്ല. മൊമെന്റം ഇൻഡിക്കേറ്റർ ഇവിടെ റെഡ് ആയാൽ മാത്രമേ നമുക്ക് എൻട്രി ഉള്ളൂ. ഇവിടെ നമുക്ക് എൻട്രി സ്റ്റാർട്ട് ചെയ്യുന്നു. ഈ റെഡ് ഹാൻഡിൽ നമുക്ക് ഇവിടെ എൻട്രി സ്റ്റാർട്ട് ചെയ്യാം, കാരണം മൊമെന്റ് ഇൻഡിക്കേറ്റർ ഇവിടെ റെഡ് ആയി, പ്ലസ് ഇത് ഓൾറെഡി ബ്രേക്ക് ചെയ്തു. പക്ഷെ സെക്കൻഡ് ക്യാൻഡിൽ വന്നു, നമുക്ക് ഇവിടെ വരെ വന്നു. തേർഡ് ക്യാൻഡിൽ നമ്മൾ നോക്കുമ്പോൾ ഗ്രീൻ ക്യാൻഡിൽ വന്നപ്പോൾ ഇവിടെ സപ്പോർട്ട് പിടിച്ചു. ഇവിടെ സപ്പോർട്ട് പിടിക്കുമ്പോ നമുക്ക് ഉള്ള കാര്യം എന്ന് വെച്ചാൽ സ്റ്റോപ്പ് ലോസ് കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യുക. ഈ ലൈനിലായിരിക്കും നമ്മൾ ആദ്യം സ്റ്റോപ്പ് ലോസ് ഇടേണ്ടത്. ഇവിടെ നിന്ന് വന്നു, പിന്നെ താഴ്ന്ന് ഇവിടെ സപ്പോർട്ട് പിടിക്കുമ്പോൾ വീണ്ടും ഇതിന് താഴേക്ക് പോകാനായിട്ട് കാണുന്നില്ല. മാർക്കറ്റ് ഇതിന് താഴേക്ക് പോകാനായിട്ട് ചാൻസ് ഇല്ല, കാരണം നമ്മൾ മേടിച്ചതിന് ശേഷം സപ്പോർട്ട് പിടിക്കുമ്പോ നമ്മ ആദ്യം നിഫ്റ്റിയിൽ കണ്ടില്ല, ഫ്രീ ഫോൾ ആയിട്ട് കയറി പോണു, അവിടെ ഒന്നും സപ്പോർട്ടോ റെസിസ്റ്റൻസോ ഉണ്ടാകുന്നില്ല. അപ്പൊ നമ്മൾ മേടിച്ചതിന് ശേഷം ഒരു ഗ്രീൻ ബാർ കാണുമ്പോ അടിയിൽ സപ്പോർട്ട് ഫോം ചെയ്ത് കഴിയുമ്പോ നമ്മ അവിടെ വെച്ചിട്ട് വിറ്റുമാറുക, ഉള്ള പ്രോഫിറ്റ് എടുത്ത് മാറുക, അല്ലെങ്കിൽ ലോസ് ഉള്ളതുണ്ടെങ്കിൽ ഉള്ള ലോസ് എടുത്ത് മാറുക.
പിന്നെ അതിനുശേഷം മാർക്കറ്റ് ഇവിടെ കിടക്കുന്ന അതിനുശേഷം മാർക്കറ്റ് കയറി ഇപ്പോൾ നമുക്ക് ഇവിടെ ഒന്നും എൻട്രി ഇല്ല, കാരണം റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിട്ടില്ല. ഇവിടെ ബ്രേക്ക് ചെയ്ത് ഇവിടെയാണ് റെസിസ്റ്റൻസ് കിടക്കുന്നത്. മാർക്കറ്റ് ഇത്ര കയറി പിന്നെ താഴ്ന്നു, പിന്നെ ഇങ്ങോട്ട് വന്നു. അപ്പൊ ഈ സപ്പോർട്ട് എടുത്തിട്ടാണ് ഇവിടേക്ക് കയറ്റി വെച്ചിട്ടുള്ളത്. അപ്പൊ പിന്നത്തെ കിടക്കുന്ന റെസിസ്റ്റൻസ് ഇവിടെയാണ്. ഇവിടെ ഒന്നും നമുക്ക് എൻട്രി ഇല്ല, നോ എൻട്രി. ഇവിടെ നോ എൻട്രി, ഈ ഏരിയയിൽ നോ എൻട്രി. 15-ാം തീയതി ഫിൻ നിഫ്റ്റി ഇത് നോക്കൂ, ഇത് നമ്മൾ ഡിസംബർ 11-ാം തീയതിയിലെ ഫിൻ നിഫ്റ്റിയുടെ ഗ്രാഫാണ്. ഇവിടെ ഓൾറെഡി ഒരു റെഡ് ക്യാൻഡിൽ വന്നപ്പോൾ ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഫോം ചെയ്തു. മാർക്കറ്റ് ഇത്രയും കയറിയപ്പോൾ ഈ സപ്പോർട്ട് എടുത്ത് ഇവിടെ വെച്ചു. ഈ സപ്പോർട്ടാണ് ഇവിടെ കയറ്റി വെച്ചു. ഇവിടെ നമുക്ക് നമ്മൾ ഓപ്ഷൻ ബയേഴ്സിനെ സംബന്ധിച്ച് ഇവിടെ നോ ബൈ ഉണ്ട്. ഇത് ഏതെങ്കിലും സൈഡിലേക്ക് ക്രോസ് ചെയ്താൽ മാത്രമേ, അപ്പ് സൈഡ് ക്രോസ് ചെയ്താൽ നമുക്ക് കോൾ ബൈയും ഡൗൺ സൈഡിലേക്ക് പുട്ട് ബൈയും ആണ് ഉള്ളത്. പക്ഷെ ഇവന് നാരോ റേഞ്ച് കിടക്കും. ഈ സമയത്ത് ഓപ്ഷൻ ബയേഴ്സിന് പൈസ പോവാതെ നോക്കാനായിട്ട് ഈ ഇൻഡിക്കേറ്റർ വളരെ സഹായിക്കും. ആരും ബൈ എൻട്രിയോ സെൽ എൻട്രിയോ ഇവിടെ ഇല്ല. നാരോ റേഞ്ച് മാർക്കറ്റ്, നമ്മ ഒന്നും ചെയ്യാണ്ട് നോക്കിയിരിക്കണം. ഇങ്ങനത്തെ അവസരങ്ങളിൽ നമ്മൾ എൻട്രി എടുക്കുന്നത് ഒഴിവാക്കാനായിട്ട് ഈ ഇൻഡിക്കേറ്റർ കൊണ്ട് സാധിക്കും. ഇവിടെ നോക്കൂ, ഇവിടെ നമുക്ക് ഈ സപ്പോർട്ട് ലൈൻ ക്രോസ് ചെയ്തു. ഇത് ഡിസംബർ 8-ാം തീയതിയിലെ ഗ്രാഫാണ്. സപ്പോർട്ട് ലൈൻ ക്രോസ് ചെയ്തു, ഒരു വലിയൊരു റെഡ് ക്യാൻഡിൽ. പക്ഷെ നമുക്ക് ഇവിടെ ഒരു എൻട്രി ഇല്ല എന്ന് വെച്ചാൽ മൊമെന്റ് ഇൻഡിക്കേറ്റർ ഗ്രീൻ ആണ് കാണിക്കുന്നത്, നോ എൻട്രി. ഇവിടെ നോ എൻട്രിയുടെ മൊമെന്റ് ഇൻഡിക്കേറ്റർ റെഡ് ഇടങ്ങി നമുക്ക് ഒരു എൻട്രി എടുക്കാം. പക്ഷെ കണ്ട, ഇവിടെ നമ്മളെ സഹായിച്ചു ഈ ഇൻഡിക്കേറ്റർ, ഇവിടെ നമ്മളെ സഹായിച്ചു. ഇവിടെ ഒന്നും നമുക്ക് എൻട്രി ഇല്ല. ഇവിടെ ബൈ എൻട്രി ഉണ്ടോ? ബൈ എൻട്രി ഇല്ല. ഈ ഏരിയയില് നോ ബൈ, നോ സെൽ, നോ ബൈ. ഇവിടെയാണ് നമുക്ക് വീണ്ടും ഒരു ബൈ എൻട്രി കിട്ടുന്നത്. കാരണം റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തു, പ്ലസ് നമ്മളെ മൊമെന്റ് ഇൻഡിക്കേറ്റർ ഗ്രീൻ ബാർ നേരെ അപ്പ് സൈഡിലേക്ക് പോയി. 80 പോയിന്റുകൾ അപ്പ് സൈഡിൽ ഈസി ആയിട്ടുണ്ട്. 80 പോയിന്റ്. അപ്പൊ ഇതാണ് ഇതിന്റെ 5 മിനിറ്റിന്റെ ചാർട്ടിൽ. നമ്മ നിഫ്റ്റിയിലും ഫിൻ നിഫ്റ്റിയിലും ചാർട്ട് 5 മിനിറ്റ്. നമുക്ക് 1 അവറിന്റെ നോക്കാം പൊസിഷൻ ട്രേഡ് എടുക്കാൻ. 1 അവർ നമ്മൾ ഈ ചാർട്ടിനെ, നിഫ്റ്റിയുടെ ചാർട്ടിനെ 1 അവറിലേക്ക് മാറ്റുന്നു. ഇവിടെ നിഫ്റ്റി നോക്കാം, നമുക്ക് നോക്കാം എവിടെയാണ് എൻട്രി. ഇവിടെ പുതിയ റെസിസ്റ്റൻസോ പുതിയ സപ്പോർട്ടോ വന്നിട്ടില്ല. ഇവിടെ പുതിയ റെസിസ്റ്റൻസും പുതിയ സപ്പോർട്ട് ഫോം ചെയ്യുമ്പോൾ നമുക്ക് അതനുസരിച്ച് ട്രേഡ് എടുക്കാം. ഇപ്പോഴും മാർക്കറ്റ് ബുള്ളിഷിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇവിടെ ഒന്നും നമുക്ക് ഒരു സെൽ എൻട്രി ഇല്ല. ഇവിടെ ഒന്നും നമുക്ക് ആ കഴിഞ്ഞ ബൈ എൻട്രി വന്നത് എവിടെയാണെന്ന് നോക്കിയാൽ നമുക്ക് വന്നിരിക്കുന്ന ബൈ എൻട്രി ഇതിന്റെ ഉള്ളിൽ ഓപ്ഷൻ ബയേഴ്സിനെ സംബന്ധിച്ച് ഇവിടെ ഇതില്ല. ഓപ്ഷൻ സെല്ലേഴ്സിനെ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ റെസിസ്റ്റൻസ് ലൈൻ വരുമ്പോ ഇവിടെ എവിടെയെങ്കിലും സെല് ചെയ്തിട്ടിട്ട് ഈ ലൈൻ സ്റ്റോപ്പ് ലോസ്, ഈ രണ്ട് സ്റ്റോപ്പ് ലോസ് ആയിട്ടിടാം. ഇത് സ്റ്റോപ്പ് ലോസ് ആയിട്ടിടാം ഓപ്ഷൻ സെല്ലേഴ്സിനെ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ. ഓപ്ഷൻ ബയേഴ്സിനെ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയാണ് ഒരു ബൈ എൻട്രി ഉള്ളത്. കണ്ടീഷൻ മാച്ച്, റെസിസ്റ്റൻസ് ലൈൻ ബ്രേക്ക് ചെയ്തു, പ്ലസ് മൊമെന്റ് ഇൻഡിക്കേറ്റർ ഗ്രീൻ. ഏതാണ് ഡേറ്റ് നോക്കാം. 28 നവംബർ 2:15 ഇതുള്ളത്. 28 നവംബർ 2:15 ഇവിടെ ഉള്ളത്. മാർക്കറ്റ് 19,890. അപ്പൊ നമുക്ക് 19,890ന്റെ കോള്, അതായത് അപ്പൊ 19,900ന്റെ കോള് നമുക്ക് എടുത്തു നോക്കണം എത്ര പ്രോഫിറ്റ് കിട്ടിയെന്നുള്ളത്. അതുകൂടാതെ നമുക്ക് വേറൊരു എൻട്രി കൂടി നോക്കാം. നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു എൻട്രി ഗ്യാപ്പ് അപ്പ് ആണ് ഉള്ളത് ഇവിടെ. പക്ഷെ ആ ഗ്യാപ്പ് അപ്പ് ആയി കൂടി അത് ആദ്യത്തെ ക്യാൻഡിൽ ഇവിടെ ഒരു എൻട്രി ഉണ്ട്, പക്ഷെ ആദ്യത്തെ ക്യാൻഡിൽ ഈ റെഡ് ആണ്. അപ്പൊ അങ്ങനത്തെ അവസരങ്ങളിൽ നമ്മൾ ഭയങ്കര കോഷ്യസ് ആവുക. ഇവിടെ വരെ മാർക്കറ്റ് നിന്നു, പക്ഷെ ആദ്യത്തെ ക്യാൻഡില് 1 അവറിന്റെ ക്യാൻഡില് വന്നിരിക്കുക റെഡ് ആണ്. അപ്പൊ ആ റെഡിൽ നമ്മൾ എൻട്രി എടുക്കണോ എന്നത് നമ്മളെ യുക്തി അനുസരിച്ചിരിക്കും. അപ്പൊ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലോസ് ആയിരിക്കും. കാരണം 1 അവറിന്റെ ക്യാൻഡില് നമ്മൾ ഈ കണ്ടീഷൻ വെച്ച് നോക്കുമ്പോൾ ബൈ ആണ് അവിടെ, പക്ഷെ ക്യാൻഡിൽ വന്നിരിക്കുന്നത് റെഡ് ആണെന്ന് മാത്രം. ഇങ്ങനത്തെ അവസരങ്ങളിൽ നമ്മൾ ചിലപ്പോൾ പറ്റിക്കപ്പെട്ടിരിക്കാം ഇങ്ങനത്തെ അവസരങ്ങളിൽ. പക്ഷെ നമുക്ക് അവിടെ ആ ക്യാൻഡിലെ താഴെ സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടി വരും ഇങ്ങനത്തെ അവസരങ്ങൾ. നമുക്ക് അടുത്ത എൻട്രി വരുന്നത് പിന്നെ ഇവിടെയാണ് അടുത്ത എൻട്രി വരുന്നത്. അടുത്ത എൻട്രി നമുക്ക് ഇവിടെ കിട്ടി. ഇത്രയും മാർക്കറ്റ് കയറിപ്പോയി. നമുക്ക് ഇവിടെ ഒന്നും ഒരു ടെൻഷൻ ആയിരുന്നില്ല. ഇവിടെ സെൽ എൻട്രി ഇല്ല, കാരണം മൊമെന്റ് ഇൻഡിക്കേറ്റർ പ്ലസ് ആണ് നിൽക്കുന്നത്. ഇവിടെ ഒരു റെഡ് ക്യാൻഡിൽ വന്നെങ്കിൽ കൂടി നമുക്കൊരു സെല്ല് ചെയ്യാനുള്ള ഒരു ഇതില്ല.
ആദ്യത്തെ ക്യാൻഡിൽ ഗ്രീൻ 1 ഹവറിന്റെ ആദ്യത്തെ ക്യാൻഡിൽ വന്നിരിക്കുന്നത് ഗ്രീൻ ആണ്. അപ്പൊ ഈ പൊസിഷൻ നമുക്ക് നോക്കാം, ഏതാണ് ടൈം, അവിടെ നമുക്ക് എന്ത് റേറ്റ് കിട്ടും നമുക്ക് നോക്കാം. ഇത് വളരെ ചെറുതാണ്, നവംബർ 3-ാം തീയതിയിലാണ്. അപ്പൊ ഇതിപ്പോ ഡിസംബർ മാസം, അവിടുത്തെ ഓപ്ഷൻ നമുക്ക് കാണാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നമുക്കിപ്പോ നിലവിലുള്ള ഓപ്ഷൻ എന്ന് വെച്ചാല് 19,890 ഓപ്ഷൻ മാത്രമേ നമുക്ക് കാണാനായിട്ട് പറ്റുകയുള്ളൂ. ഇവിടെ ഒരു ബൈ എൻട്രി മാത്രമേ ഇപ്പൊ 1 ഹവറിന്റെ ചാർട്ടിൽ നമുക്ക് ഗ്രാഫ് വെച്ചിട്ട് കാണാനായിട്ട് സാധിക്കുന്നുള്ളൂ. അപ്പൊ നമുക്ക് ഓപ്ഷനിൽ എത്ര പൈസ കിട്ടിയെന്ന് നോക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. കാരണം ഇത് നവംബർ മാസത്തിലാകുമ്പോ അതില് വോളിയം ഇല്ലാത്തതുകൊണ്ട് അങ്ങനത്തെ ഓപ്ഷനിലൊക്കെ നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ നമുക്ക് ഇത് ഒന്നും കൂടി നോക്കാം, എൻട്രീസ് എന്തായാലും നോക്കാം. ഇവിടെ നല്ലൊരു എൻട്രി ഉണ്ട്, ഇവിടെ നല്ലൊരു എൻട്രി ഉണ്ട് നമുക്ക്. മൊമെന്റ് ഇൻഡിക്കേറ്റർ ഗ്രീൻ ആയി, സപ്പോർട്ട് ലൈൻ താഴ്ന്നു, എത്ര പോയിന്റ് ഫ്രീ ഫോൾ ഇടുന്നു. അടുത്ത എൻട്രി നമുക്ക് ഇവിടെ നോക്കാം. ഇവിടെ അടുത്ത എൻട്രി ഗ്രീൻ ബാർ, നമുക്ക് ഇവിടെ ഒരു എൻട്രി ഉണ്ടെങ്കിൽ കൂടി നമുക്ക് സ്റ്റോപ്പ് ലോസ് വെക്കുന്നത് ഒന്നിലെ സിംഗിളോ, അതായത് ഈ വലിയ ഈ ക്യാൻഡിലിന്റെ താഴെ നമുക്ക് സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടി വരും എടുത്തു കഴിഞ്ഞാൽ. പക്ഷെ അതിനു മുമ്പ് ഇവിടെ ഒരു 4 ക്യാൻഡിൽ കഴിഞ്ഞ് റെഡ് വന്നപ്പോ ഇവിടെ ഓൾറെഡി റെസിസ്റ്റൻസ് ലൈൻ ഫോം ചെയ്തു. അപ്പൊ അവിടെയാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ്, അവിടെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പൊസിഷൻസ് കട്ട് ചെയ്ത് മാറും. കാരണം എന്താ വെച്ചാല് നമ്മളുള്ള അവിടെ സെല്ലിംഗ് പൊസിഷൻ ഇല്ല, ഓൾറെഡി സെല്ലിംഗ് പൊസിഷൻ വന്നിട്ടില്ല ഇവിടെ, കാരണം സെല്ലിംഗ് അല്ല. പക്ഷെ നമുക്കൊരു റെസിസ്റ്റൻസ് ഫോം ചെയ്ത് നമ്മുടെ കയ്യിലുള്ള പൊസിഷൻസ് ഇങ്ങനത്തെ അവസരങ്ങളിൽ വിറ്റുമാറുക, പിന്നെ റിസ്ക് എടുക്കാൻ നിൽക്കരുത്. പിന്നെ ഇതിന് മുകളിലേക്ക് പോയാൽ നമുക്ക് വീണ്ടും ബൈ എൻട്രി കിട്ടും. പക്ഷെ ഈ ഇങ്ങനത്തെ അവസരങ്ങളിൽ ശ്രദ്ധിക്കണം. ഇവിടെ നമുക്ക് വീണ്ടും ഒരു 1 ഹവറിന്റെ ചാർട്ട് ഒരു പൊസിഷൻ കോളോ പുട്ടോ എടുക്കാനായിട്ട് ഇവിടെ സാധ്യമല്ല. ഇവിടെ നമ്മൾ കോൾ എടുത്തു, പക്ഷെ ഇവിടെ നമുക്ക് ഒരു വലിയ പ്രോഫിറ്റ് കിട്ടാനായിട്ട് സാധ്യതയില്ല. ഇവിടെ ഒന്നും നമുക്കൊരു എൻട്രി ഇല്ല, ബൈ ഓർ സെൽ എൻട്രി ഇല്ല 1 ഹവറിന്റെ ചാർട്ട്. നമുക്ക് നല്ലൊരു ബൈ എൻട്രി വന്നിരിക്കേണ്ടത് ഇവിടെ ഇടുക. 1 ഹവറിന്റെ ചാർട്ട് ഇവിടെ ഒരു ബൈ എൻട്രി ഇല്ല, ഇവിടെ സെൽ എൻട്രി ഇല്ല, ഇവിടെ നല്ലൊരു ബൈ എൻട്രി വിത്ത് ക്ലോസ്, നല്ല ഫ്രീ ഫോൾ ആയിട്ട് കയറി പോയതുണ്ട്. അപ്പൊ കിട്ടുമ്പോൾ നന്നായിട്ട് കിട്ടും. ഇത് നമുക്ക് ഇവിടെ നോക്കിയാലാണ് ഇവിടത്തെ ഇതും തമ്മിലുള്ള വ്യത്യാസങ്ങൾ നമുക്ക് നോക്കാം. ഇവിടെ മാർക്കറ്റ് ഇത്രയും താഴ്ന്നു, പക്ഷെ നമുക്ക് ഇവിടെ ഒരു സെൽ എൻട്രി എന്ന് പറയാനില്ല. കാരണം നമ്മുടെ റെസിസ്റ്റൻസ് പോയിന്റ്, നമ്മുടെ സപ്പോർട്ട് പോയിന്റ് ബ്രേക്ക് ചെയ്ത് കയറിയിട്ടില്ല. സപ്പോർട്ട് പോയിന്റ് നമുക്ക് അതായത് നമ്മൾ മുന്നേ കാണിച്ചാണ്ട ഇവിടത്തെ സപ്പോർട്ട് പോയിന്റ് ബ്രേക്ക് ചെയ്ത് വന്നു, ഇവിടെ സപ്പോർട്ട് പോയിന്റ് ബ്രേക്ക് ചെയ്ത് വന്നത്, ഇവിടെയാണ് നമുക്കൊരു സെൽ എൻട്രി ഉള്ളത്. പക്ഷെ നമുക്ക് ഈ കണ്ടീഷൻസ് നമുക്ക് ഇവിടെ ഒരു സെൽ എൻട്രി എന്ന് പറയാനില്ല. നമ്മളെ ആസ് പെർ ദ ഈ 2 ഇൻഡിക്കേറ്റർ വെക്കും നമുക്ക് ഇവിടെ സെൽ എൻട്രി ഇല്ല. ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഫോം ചെയ്ത് ഇവിടെ ഒരു സപ്പോർട്ട് ഉണ്ട്, ഇവിടെയാണ് കിടക്കുന്നത്. അപ്പൊ കൂടാതെ ഇവിടെ ഈ ഭാഗത്ത് നമുക്ക് 1 ഹവറിന്റെ ചാർട്ടില് നോ ബൈ നോ സെൽ നമുക്ക് ഈ ഏരിയയില് 19,900 നമ്മൾ നോക്കിയപ്പോ പൊസിഷൻ നോക്കിയപ്പോ 1 ഹവറിന്റെ ചാർട്ടിൽ നോക്കിയപ്പോ നമുക്ക് എൻട്രി വന്നിരിക്കുന്നത് 28 നവംബർ 2-4-ലാണ്. ഇതാണ് 28 നവംബർ 2-4, ഏകദേശം വന്നിരിക്കുന്നത് 21 ഡിസംബർ എക്സ്പയറി നമുക്ക് നോക്കാം. കാരണം അതിന് മുമ്പത്തെ നമുക്ക് നോക്കാനായിട്ട് ഒരു വകുപ്പില്ലാത്തതുകൊണ്ട് നമ്മൾ ഈ ആഴ്ചയില് ഇപ്പോഴാണ് വീഡിയോ ചെയ്യുന്നത് കൊണ്ട് ഈ ആഴ്ചയിൽ നമ്മൾ നോക്കുന്നത് മാത്രം. നമുക്ക് വന്നത് 28 നവംബറിലാണ് വന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് ഇത്രയും പ്രീമിയം. അതായത് നമുക്ക് എൻട്രി വന്ന് 28, അപ്പൊ അതിന് തൊട്ടടുത്ത ആഴ്ചയാണെങ്കിൽ ഇത്രയും പ്രീമിയം ഉണ്ടാവില്ല. പ്രത്യേകം മനസ്സിലായി, ഇത് 3 ആഴ്ചക്ക് ശേഷമുള്ള പ്രീമിയമാണ് നമ്മൾ നോക്കുന്നത്. അതിന്റെ കാരണം എന്ന് വെച്ചാല് നമുക്ക് എൻട്രി വന്നത് 28 നവംബർ, അതിന് പിന്നത്തെ ആഴ്ച ഡിസംബർ ആദ്യത്തെ ആഴ്ചയാണെങ്കിൽ ഇത്രയും പ്രീമിയം ഈ ഓപ്ഷനിൽ ഉണ്ടാവില്ല. അപ്പൊ ഇത് നോക്കുമ്പോൾ ഇത്രയും പ്രീമിയം ഉണ്ട്. ഏകദേശം ഇതിന്റെ 274 ഇതിന്റെ പ്രീമിയം വരുന്നത്, 274 ഇതാണ് 28 നമ്പർ 274. 1 ഹവറിന്റെ ചാർട്ടിൽ നമുക്ക് എൻട്രി വന്നത് ഓർമ്മയുണ്ട്, ഞാൻ നോക്കിയത് ആണോ. ആ 274 വന്നത് കയറി പോയപ്പോ ഇപ്പൊ 1602 വന്നു. ഒരു 264 നമുക്ക് എൻട്രി കിട്ടിയത് 1000. എത്ര പോയിന്റ് കിട്ടിയെന്ന് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തോളൂ. ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല, വെറുതെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തോളൂ. ഒരു ലോട്ടുമ്പോ തന്നെ എത്ര പോയിന്റ് പ്രോഫിറ്റ് കിട്ടി ഈ 2 ഇൻഡിക്കേറ്റർ മാത്രം വെച്ചിട്ട്. ബാക്കിയുള്ള അതിന്റെ ഓപ്ഷൻ കാണിക്കാനുള്ള ഇത്, അതായത് പൊസിഷൻ ഓപ്ഷൻ കാണിക്കാനുള്ള എക്സാമ്പിൾ കാണിക്കാനായിട്ട് പറ്റാത്തത് കൊണ്ടാണ് കാണിക്കാത്തത്. അതായത് അത് എൻട്രി വന്നത് 28-ാം തീയതി, അതുകൊണ്ട്
ബാക്കി അതിനു മുമ്പ് സെല്ലിംഗ് എൻട്രി വന്നതൊക്കെ അതിന് മുമ്പത്തെ ആഴ്ചകളിലാണ്. അപ്പൊ നമ്മൾ ഈ ആഴ്ച കാണുമ്പോൾ അതില് നമുക്ക് ക്ലിയർ ആയി കിട്ടില്ല, ക്ലിയർ ഒരു ഓപ്ഷന്റെ പിക്ചർ നമുക്ക് കിട്ടില്ല. അപ്പൊ ഇതൊരു നല്ല ഇൻഡിക്കേറ്റർ ആയിട്ട് തോന്നി എനിക്ക്. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപയോഗപ്രദമാവട്ടെ എന്ന് കരുതിയിട്ട് നിങ്ങൾക്ക് എല്ലാവരും ഷെയർ ചെയ്താണ്. നാളെ ഓടിപ്പോയിട്ട് ഞാൻ നല്ല 2 ഇൻഡിക്കേറ്റർ പഠിച്ചു എന്ന് പറഞ്ഞിട്ട് ഇതും വെച്ചിട്ട് ട്രേഡ് ചെയ്യാൻ നോക്കരുത്. ഇതിന്റെ ബാക്ക് ടെസ്റ്റ് നോക്കാം, ഒരു മാസത്തെ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇൻഡെക്സിൽ ബാങ്ക് നിഫ്റ്റി ആയാലോ അല്ലെങ്കിൽ നിഫ്റ്റി ആയാലോ അല്ലെങ്കിൽ ഫിൻ നിഫ്റ്റി ആയിട്ട് നോക്കിയിട്ട് സക്സസ് റേറ്റ് മനസ്സിലാക്കാം. നിങ്ങൾക്ക് സൂട്ടബിൾ ആണോ എന്നുള്ളത് മനസ്സിലാക്കാം. സക്സസ് റേറ്റും നമുക്ക് സൂട്ടബിൾ ആണോ ഓരോ ഇൻഡിക്കേറ്റർ അതൊന്ന് മനസ്സിലാക്കിയിട്ട് സൂട്ടബിൾ ആണെന്ന് ഉണ്ടെങ്കിൽ മാത്രം ഇത് ആഡ് ചെയ്തിട്ട് ട്രേഡ് തുടങ്ങാം. അല്ലാതെ ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഞാനല്ല ആര് ചെയ്താലും ഓടിച്ചെന്നിട്ട് കണ്ണും പൂട്ടി ട്രേഡ് ചെയ്യാൻ നിൽക്കരുത്. അത് ബുദ്ധൻ പറഞ്ഞ പോലെ നിങ്ങളുടെ യുക്തിക്ക് ആരെന്ത് പറഞ്ഞാലും നമ്മുടെ യുക്തിക്ക് അനുസരിക്കാത്ത ഒരു കാര്യവും ചെയ്യരുത്. അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. അപ്പൊ നല്ലതാണെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തത് മാത്രം. സ്വീകരിക്കുന്നവർക്ക് കൊള്ളണമെന്ന താല്പര്യമുള്ളവർ കൊള്ളാം, തള്ളണം താല്പര്യമുള്ളവർ തല്ല, അതൊക്കെ നമ്മുടെ സ്വാതന്ത്ര്യമാണ്. അപ്പൊ ആ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും നല്ലൊരു വീക്കെൻഡ് വീണ്ടും ആശംസിക്കുന്നു. എല്ലാവരും അടുത്ത ആഴ്ച നല്ല പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യണമെന്ന് ദൈവത്തോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇനി വരുന്ന എല്ലാ ആഴ്ചകളും, എല്ലാ ദിവസങ്ങളും, എല്ലാ മാസങ്ങളും നിങ്ങളുടെ എല്ലാവരുടെയും P&L ഗ്രീനിലാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ദൈവത്തിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത ഒരു വീഡിയോയിൽ, നല്ലൊരു വീഡിയോയിൽ, ഷെയർ മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള, മണി മാനേജർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.